മഡഗാസ്കറിലെയും കംബോഡിയയിലെയും പര്യവേഷണങ്ങൾ പൂർത്തിയാക്കി അന്റാർട്ടിക്കയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുക എന്നത്. കാലുമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഇന്ന് ഈ ആതുരാലയം ഏറെ കുപ്രസിദ്ധി ആർജിച്ചെങ്കിലും നാളെയുടെ നവപ്രതീക്ഷകളായ ബിജോയ് ജോൺസണും അർജുൻ ലക്ഷ്മണും ജിയോ ബോസ്കോയും എല്ലാം പഠിക്കുന്ന ഈ കലാലയം 50 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണ് എന്നും എൻ്റെ സ്വപ്നഭൂമിയായിരുന്നു. അങ്ങനെ ആ സ്വപ്ന സാഫല്യത്തിനായി ഞാൻ മെഡിക്കൽ കോളേജിന്റെ മുന്നിലെത്തി. ഇടത്തോട്ട് നോക്കിയപ്പോഴാണ് ആ ബോർഡ് ഞാൻ കണ്ടത്. മിൽമ ബൂത്ത്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിന്റെ നടുക്കണ്ടം തന്നെ തിന്നണമെന്നാണല്ലോ. ഞാനും എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് രാഷ്ട്രീയം അവിടെ ഏൽപ്പിച്ച് എൻ്റെ സമ്മോഹനമായ യാത്ര തുടർന്നു. ഇത് ഗോൾഡൻ ജൂബിലി ഗേറ്റ്. ഉച്ചവെയിലിന്റെ കാഠിന്യം കൂടാൻ തുടങ്ങി. ഞാൻ എൻ്റെ യാത്ര വേഗതയിലാക്കി. വലത്തോട്ട് നോക്കിയപ്പോൾ മാതൃശിശു സംരക്ഷണത്തിന്റെ പ്രതീകമായ അമ്മയെയും കുട്ടിയെയും ഞാൻ കണ്ടു. 15 വർഷമായിട്ടും ഈ ഒരു കുട്ടി മാത്രം സ്വന്തമായുള്ള അമ്മ മലയാളിയുടെ കുടുംബാസൂത്രണ ബോധത്തിന്റെ പ്രതീകം കൂടിയാണ്. IMCH. ഇവിടെയാണത്രേ ലോകത്തിലെ ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്നത്. കോഴിക്കോട്ടുകാരുടെയും മലപ്പുറംകാരുടെയും ഒക്കെ അഹോരാത്രമായ പരിശ്രമങ്ങൾക്ക് സ്തുതി. വഴിയരികിലെ കാഴ്ചകൾ മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ട് ക്യാമ്പസിന്റെ രാജവീഥികളിലൂടെ ഈ പാവം സൗന്ദര്യാസകൻ തന്റെ യാത്ര തുടർന്നു. ഇത് ആകാശം മാത്രം അതിരാക്കി തല ഉയർത്തി നിൽക്കുന്ന ക്ലോക്ക് ടവർ. കാലചക്രത്തിന്റെ മഹാപ്രവാഹത്തെ ഓർമ്മിപ്പിക്കുമ്പോഴും പണ്ട് കാലത്ത് ഈ ക്യാമ്പസിലെ യുവമിഥുനങ്ങളുടെ സംഗമവേദിയായിരുന്ന ഈ ഘടികാര ഗോപുരം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത യൗവനവുമായി നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. കോളേജിന്റെ പൂമുഖത്തിന് അഭിമുഖമായി താടിയും മുടിയും നീട്ടി വളർത്തി വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന അപ്പൂപ്പന് എന്റെ വരവ് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ പ്രതിമ സ്വാഭാവികമായും എന്നിൽ കൗതുകമുണർത്തി. കോട്ടും സ്റ്റെത്തുമായി വായ നോക്കി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 2 ഭിഷഗ്വര വിദ്യാർത്ഥിനികളോട് ചോദിച്ച് സംശയ നിവാരണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ക്യാമറയുമായി നിൽക്കുന്ന അപരിചിതനായ എന്നെ കണ്ട് ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നീട് മനം കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരിയുമായി അവർ ആ സത്യം എനിക്ക് വിവരിച്ചു തന്നു. സ്വാതന്ത്ര്യ സമര നാളുകളിൽ ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിയ മഹാനായ കവി രവീന്ദ്രനാഥ ടാഗോർ ആണത്രേ അത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദേശസ്നേഹം എന്നെ രോമാഞ്ച കഞ്ചുകനാക്കി. തൊട്ടപ്പുറത്ത് കൂട്ടം കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖഭാവം പുച്ഛമാണോ അതോ നിരാശയാണോ എന്ന് കൃത്യമായി നിർവചിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനുഷ്യ ശരീരത്തിൽ കത്രിക കൊണ്ട് കവിത രചിക്കുന്ന ആ ഉയരം കുറഞ്ഞ സാറിന്റെ സർജറി യൂണിറ്റിലായിരുന്നത്രേ അവരുടെ പോസ്റ്റിംഗ്. ഷൂ ഇല്ല, നീഹാമർ ഇല്ല, നെയിം ബാഡ്ജ് ഇല്ല എന്നീ മഹാ അപരാധങ്ങളുടെ പേരിൽ 3 ദിവസത്തെ വിലക്ക് സമ്പാദിച്ചാണ് ഇപ്പോഴത്തെ ഈ ഇരിപ്പ്. ഭാവിയുടെ പ്രതീക്ഷകളായ ഇവരിൽ ആരെങ്കിലും ഒരാളെ കൂട്ടുപിടിച്ച് എൻ്റെ ഈ പര്യവേഷണം മെഡിക്കൽ കോളേജിന്റെ ഉള്ളറകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. സൗമ്യനായ ആ മെഡിക്കൽ വിദ്യാർത്ഥി എന്നെ ആദ്യം നയിച്ചത് ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തേക്കായിരുന്നു. പോകുന്ന വഴിയിൽ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചു. കോളേജിലെ അറിയപ്പെടുന്ന ഗായകരും മിമിക്രി താരവുമൊക്കെയാണ് ഇദ്ദേഹം. പോരാത്തതിന് അസാമാന്യനായ ഫുട്ബോൾ പ്ലെയറും. ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയെ തന്നെ ഗൈഡായി ലഭിച്ചത് എന്റെ ഭാഗ്യമായി എനിക്ക് തോന്നി. ലേഡീസ് ഹോസ്റ്റലിലേക്കാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ കാണുന്ന ബോർഡാണ് എന്നിൽ ആ സംശയം ജനിപ്പിച്ചത്. പാലാപ്പി. ലേഡീസ് ഹോസ്റ്റലിന് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു പേരുണ്ട്. അതോ വഴി തെറ്റിയോ? ഏയ് ഇല്ല. ഈ ബോർഡ് കൂടി കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ലേഡീസ് ഹോസ്റ്റലിലേക്കുള്ള വഴി തന്നെ. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളുമായി ലേഡീസ് ഹോസ്റ്റൽ എൻ്റെ ദൃഷ്ടിപഥങ്ങളിൽ നിറഞ്ഞു. അനേകം യുവ കോമളാംഗികളുടെ വിഹാരരംഗം. ഒരു നിമിഷത്തേക്ക് ഞാനും ഒരു വികാര ജീവിയായി മാറി. നിനക്കറിയാവോ 17 തികയാത്തൊരു പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാർ കൂടെ ബലാത്സംഗം ചെയ്തു കൊന്ന സ്ഥലം അത്. എന്നെ നശിപ്പിക്കല്ലേ. എന്റെ ചാരിത്രം എന്നെ ഒരു സഹോദരനായിട്ട് കാണൂ. ആ വൈകാരിക മണ്ഡലത്തിൽ നിന്ന് എന്നെ താഴെ ഇറക്കിയത് ഒരു കഥനകഥയാണ്. ഇവിടെ വെച്ചാണത്രേ ഷോമാൻ എന്ന കൊടും ഭീകരൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെയും കർക്കറയുടെയും ഒക്കെ പിൻഗാമിയായ സെക്യൂരിറ്റി അമ്മാവന്റെ ക്ലാവിക്കിൽ എറിഞ്ഞ് തകർത്തത്.
ക്യാമ്പസിലെ വേറിട്ട ശബ്ദമായ വിദ്യാർത്ഥിനിയോട് ലേഡീസ് ഹോസ്റ്റലിൽ കയറാനുള്ള അനുവാദം ചോദിച്ചെങ്കിലും ഇവിടെ പെൺകുട്ടികൾക്കും ഷോമാന്മാർക്കും മാത്രമേ പ്രവേശനമുള്ളൂ എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ നിരാശരായി തിരിച്ചു വരുമ്പോഴാണ് മറ്റൊരു രസകരമായ ബോർഡ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇതിനും മാത്രം മുട്ടി നിൽക്കുന്ന ആരാണ് ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഇതിന്റെ വർഷങ്ങൾ നീണ്ട ചരിത്രവും ചരിത്രത്തിന്റെ ഭാഗമായ എംബ്രിയോ എക്സിബിഷനുമൊക്കെ എൻ്റെ മാന്യ സുഹൃത്ത് എനിക്ക് വിവരിച്ചു തന്നു. ആ ചരിത്ര സംഭവത്തിന്റെ ബാക്കി പത്രമായി പല പുലികളും നീല ആൾട്ടോ കാർ സ്വന്തമാക്കിയത് നാളെ മറ്റൊരു ചരിത്രമായേക്കാം. എംബ്രിയോ കാലയളവിൽ പുഷ്പിച്ച പല പ്രണയങ്ങളും ഇന്ന് കായ്ച്ചു നിൽക്കുകയാണെന്ന് എൻ്റെ സുഹൃത്തിൽ നിന്ന് അറിഞ്ഞപ്പോൾ 3 വർഷം മുമ്പേ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ഇവിടുത്തെ പുരുഷ കേസരികളുടെ കേളീരംഗമായ മെൻസ് ഹോസ്റ്റലായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാനുള്ള വ്യഗ്രതയിൽ കുതിക്കുമ്പോഴാണ് എന്റെ ഇടതു കൈയിലായി എന്തോ ഒരു സാധനം പതിച്ചത്. ഞാൻ അത് സാകൂതം നിരീക്ഷിക്കുമ്പോഴാണ് എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞത്, ഭാഗ്യവാൻ, താങ്കൾക്ക് ഓർത്തോപീഡിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ പ്രചാരത്തിലുള്ള ആ ഐതിഹ്യം ഞാൻ അറിയുന്നത്. ശരീരത്തിന്റെ ഏതു ഭാഗത്താണോ കാക്കക്കാഷ്ണം പതിക്കുന്നത് അതിനനുസരിച്ചുള്ള PG കോഴ്സ് ആയിരിക്കും ഭാവിയിൽ ലഭിക്കുക. കയ്യിലാണെങ്കിൽ ഓർത്തോ, തലയിലാണെങ്കിൽ ന്യൂറോ, അങ്ങനെ അങ്ങനെ. മുജ്ജന്മ സുഹൃതം, എനിക്കൊരു ഡെന്റിസ്റ്റ് ആകേണ്ടി വന്നില്ലല്ലോ. ആഹാ, എന്തൊരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. കാലാകാലങ്ങളായി ഗുരുകുല വ്യവസ്ഥയിൽ വെള്ളമടി അഭ്യസിപ്പിക്കുന്ന പുണ്യ തപോവനങ്ങളാണത്രേ ഈ കാണുന്നത്. സൂര്യന്റെ ഉഗ്രകിരണങ്ങളാൽ എന്റെ തൊണ്ട അനുനിമിഷം വരണ്ടുകൊണ്ടിരുന്നു. ദാഹശമനത്തിനായി പ്രിയ സുഹൃത്ത് എന്നെ കൊണ്ടുപോയത് യശശരീരനായ സുരന്റെ കൂൾബാറിലേക്കായിരുന്നു. പോകുന്ന വഴിയിലാണ് മെഡിക്കൽ കോളേജ് കുത്തിസ്റ്റ് ജാങ്കോ അസോസിയേഷൻ സെക്രട്ടറി ഉത്സാറിനെ കണ്ടത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും കുടവയർ സ്വന്തമാക്കിയ ഈ സുഹൃത്തിനോട് എനിക്ക് അസൂയ തോന്നി. സുരൻ മെഡിക്കൽ കോളേജിലെ ഒരുപാട് തലമുറകളെ പാലും പഴവും ഷെയ്ക്കും മൂട്ടി വളർത്തിയ മഹാനുഭാവൻ. മുപ്പത് വർഷമായി ഷർട്ടിടാത്ത ആ മനുഷ്യൻ എന്നിൽ വിസ്മയം നിറച്ചു. പല പല വൻകരകളിലായി ആയിരക്കണക്കിന് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗ്ലാസ് ലൈം കുടിക്കാൻ ഇത്രയും ഡയലോഗ് കേൾക്കേണ്ടി വന്നത് ഇവിടെ മാത്രമായിരുന്നു. ഹാവൂ, വല്ലാത്തൊരാശ്വാസം. അങ്ങനെ കാടും തോടും റോഡും എല്ലാം കടന്ന് ഞാൻ MH4 മുന്നിലെത്തി. ഇവിടെയാണത്രേ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കിട്ടുകിട്ടാൽ വിറപ്പിക്കുന്ന ഷിബിലു, ഷംസു, മൻസൂർ, പൂങ്ങാടൻ എന്നിവർ താമസം. I've got a problem.
Spartans are descended from Hercules himself. Taught never to retreat, never to surrender. Taught the death in the Spartans, the finest soldiers. Be afraid! Sparta will burn to the ground! The 1,000 nations of the Persian Empire descend upon you! What must a king do to save his world? Instead, stand and fight! A new age has begun. An age! This is Sparta! We're in for one wild night. ഹോസ്റ്റൽ സെക്രട്ടറിയുടെ പ്രത്യേക അനുമതിയോടെ ഞാൻ MH4-ന്റെ ഇടനാഴികളിലൂടെ നടന്നു നീങ്ങി. എൻ്റെ സുഹൃത്ത് എന്നെ ആദ്യം കൊണ്ടുപോയത് റൂം നമ്പർ 57-ലേക്കായിരുന്നു. പഠനം ജീവിതവ്രതമാക്കിയ ആ സുഹൃത്തിനെ കാണാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. ഗാഠമായ പഠനത്തിൽ മുഴുകിയിരിക്കുന്ന ആ സുഹൃത്തിനെ അലോസരപ്പെടുത്താൻ എനിക്ക് തോന്നിയില്ല. ഞാൻ അടുത്ത റൂമിലേക്ക് നീങ്ങി. അവിടെയും കാഴ്ച വ്യത്യസ്തമായിരുന്നില്ല. കാരിരുമ്പ് പോലെ ശരീരമുള്ള കമ്പിയും വിനയന്റെ അത്ഭുത ദീപയും മിത്തുവും ഭൂലോകം ഇളക്കി മറിക്കി മാറി കമ്പൈൻ സ്റ്റഡിയിലായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ഞാൻ അവിടെ നിന്നും നടന്നകന്നു. പിന്നെ ഞാൻ പോയത് റൂം നമ്പർ 60-ലേക്കായിരുന്നു. അവിടെ സോമാലിയൻ ഛായയുള്ള ഒരു വിദ്യാർത്ഥി തൻ്റെ ഇടതു കൈ ചെവിയോട് ചേർത്ത് പിടിച്ച് കൂലങ്കഷമായി പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുന്നു. മറക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു, ആവർത്തിച്ച് ഉരുവിട്ടാണ് പഠിക്കുന്നത്. ഇത് കണ്ട് കണ്ണു തള്ളിയ റൂംമേറ്റ് അസൂയയോടെ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പഠനത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന വിദ്യാർത്ഥികൾ. എൻ്റെ മനം നിറഞ്ഞു. നാളെയാണ് എക്സാം എന്ന് യാതൊരു ബോധവുമില്ലാതെ ഊർക്കം വലിച്ച് കുംഭകർണനെ പോലെ ഉറങ്ങുന്ന ഈ മാരകത്തിടമ്പിനെ വിളിച്ചുണർത്താൻ ഞാൻ ശ്രമിച്ചെങ്കിലും മൈക്ക് മന്തു എന്ന് വിളിപ്പേരുള്ള ഇവൻ ഉണർന്നു കഴിഞ്ഞാൽ ശബ്ദമലിനീകരണം ഉണ്ടാകുമെന്നതിനാൽ ആ ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്മാറി. ക്രിയാത്മകമായ ചർച്ചകളിലൂടെയും പഠനങ്ങളിലൂടെയും മെഡിസിൻ എന്ന മഹാമേരുവിനെ മെരുക്കിയെടുക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് തൊട്ടടുത്ത റൂമിൽ ഞാൻ കണ്ടത്. ഹോ, ഞാൻ കോരിത്തരിച്ചുപോയി. നമ്മുടെ നാടിൻ്റെ ഭാവി ഇവരുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് എനിക്ക് ബോധ്യമായി. തൊട്ടടുത്തായി ചുമരും ചാരിയിരിക്കുന്ന ഈ കട്ടിവീശക്കാരനെ എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ എനിക്ക് തോന്നി. അതെ, ഇത് ലവൻ തന്നെ. കേരള എൻട്രൻസിൽ ഫിസിക്സ് കെമിസ്ട്രി പേപ്പറിൽ ലോകത്തിൽ ഏറ്റവും അധികം മാർക്ക് നേടി 3ാം റാങ്ക് സ്വന്തമാക്കി മെഡിക്കൽ കോളേജിലെത്തിയ പുലിക്കുട്ടി, മലനാടിൻ്റെ അഭിമാനം. ഇപ്പോഴിതാ ഊമ്പി തിരിഞ്ഞ് കമ്പിത്തിരിയായി ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവൻ്റെ ആ ദയനീയമായ നോട്ടം ഒരു നിമിഷം എന്നെ ചിന്താനിമഗ്നനാക്കി. അപ്പോഴാണ് കക്കൂസ് ബ്രഷ് പോലെ മുടിയുള്ള ആ സുഹൃത്തിന്റെ ഇടതു ചെവിയിൽ ഒരു ചീട്ട് ഞാൻ ശ്രദ്ധിച്ചത്. കുറച്ചു വൈകിയാണെങ്കിലും ഒടുവിൽ ആ സത്യം ഞാൻ മനസ്സിലാക്കി. आतिश अंगारे, शोरों के धारे
सितारे रंगीन शरारे बारिश के तारे. ഇത്രയും നേരം എന്റെ കണ്ണുകൾ എന്നെ ചതിക്കുകയായിരുന്നു. നേരത്തെ കണ്ട കാഴ്ചകളിലൂടെ ഒന്നുകൂടി സഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചു. പാവം, ആത്മാർത്ഥതയുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ കൂട്ടത്തിൽ. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ആ കാമഭ്രാന്തന്മാർ എനിക്ക് നേരെ പാഞ്ഞടുത്തു. ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ആള് സോമാലിയാണെങ്കിലും കയ്യിൽ ആവശ്യത്തിനുള്ള വെടിമരുന്നൊക്കെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. മറ്റവൻ ആളൊരു ഓൾറൗണ്ടറൊക്കെ ആയിട്ടും ഇതുവരെ ഒരു ഇണയെ കിട്ടാത്തതിന്റെ സങ്കടവും അമർഷവും അസൂയയും ഉള്ളിലൊതുക്കിയുള്ള ആ നോട്ടം ഇത്തവണ കൃത്യമായി വായിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു. ഇനി എന്റെ അവസാന പ്രതീക്ഷ ആദ്യം കണ്ട കഠിനാധ്വാനിയിലാണ്. மம்மி வீட்டில் இல்ல, தடப்போட யாரும் இல்ல, விளையாடு போமா உள்ள வில்லாளா. மைதானம் தேவையில்ல, அம்பயரும் தேவையில்ல, யாருக்கும் தோல்வி இல்ல வில்லாளா. എന്തൊരു ശുഷ്കാന്തി! ക്യാമറയുമായി നിൽക്കുന്ന എനിക്ക് നേരെ ആ അരോഗ ദൃഢഗാത്രൻ ചാടി വീണു. അങ്ങനെ മെഡിക്കൽ കോളേജിലെ എന്റെ ഐതിഹാസികമായ ഒരു ദിവസം അവസാനിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് അന്റാർട്ടിക്കയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ കണ്ട കാഴ്ചകൾ ബീഭത്സമായി. എക്സാമിന് മണിക്കൂറുകൾ മുൻപുള്ള കൂട്ടപ്പൊരിച്ചിലും
ഒടുവിൽ പടച്ചവനെ ഞങ്ങളെ കാത്തോളി എന്നും പറഞ്ഞുകൊണ്ട് പരീക്ഷാ ഹാളിലേക്കുള്ള യാത്ര. എല്ലാം കണ്ട് കൃതാർത്ഥനായി ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു ഇവരുടെ പരീക്ഷകൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ MS പോറിനോട് വിട പറയുന്നു. എന്നെ യാത്രയാക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. പരീക്ഷ ജയിച്ചാലും തോറ്റാലും ആനിവേഴ്സറി ജോലിയാക്കണം. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ആനിവേഴ്സറിക്ക് ഇവിടെ പറന്നെത്താമെന്ന് എല്ലാവർക്കും ഉറപ്പു നൽകി ഞാൻ വിട ചൊല്ലുകയാണ്.